ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് വരുദിനി ഏകാദശിയാണ്. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ സമയത്ത് സംഭവിക്കുന്ന വരുദിനി ഏകാദശിയെക്കുറിച്ച് ഭവിഷ്യോത്തര പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദത്തിൽ പറയുന്നു. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, ഹേ വാസുദേവ, അങ്ങയ്ക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ദിനത്തിൽ സംഭവിക്കുന്ന ഏകാദശിയുടെ നാമത്തെയും മഹത്വത്തെയും കുറിച്ച് പറഞ്ഞാലും. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, പ്രിയരാജൻ, ഈ ഏകാദശിയുടെ നാമം വരുദിനി എന്നതാകുന്നു. ഇത് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒരുവന് ഭാഗ്യം നൽകുന്നു. ഈ ഏകാദശി പാലിക്കുന്നതിലൂടെ ഒരു ജീവാത്മാവ് ശാശ്വത സന്തോഷം നേടുകയും പാപപ്രതികരണങ്ങൾ ഇല്ലാതാവുകയും ഭാഗ്യവാൻ ആവുകയും ചെയ്യുന്നു. ഈ ഏകാദശി പാലിക്കുന്നത് കൊണ്ട് ഒരു നിർഭാഗ്യവതിയായ ഭാര്യ ഭാഗ്യവതിയാകുന്നു. ഒരു മനുഷ്യൻ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഭാഗ്യവാൻ ആവുന്നു. അവർ ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചിതരാകുന്നു. അവരുടെ എല്ലാ പാപപ്രതികരണങ്ങളും ഇല്ലാതായി ഭഗവാനോടുള്ള ഭക്തി നേടുകയും ചെയ്യുന്നു. മണ്ടാത്ത രാജാവ് ഈ ഏകാദശി യഥാവിധി പാലിച്ചതുമൂലം മുക്തി നേടി. 10,000 വർഷങ്ങൾ വ്രതം നോറ്റതിൻ്റെ ഫലം വരുദിനി ഏകാദശി പാലനം കൊണ്ട് മാത്രം ലഭിക്കുന്നു. കുരുക്ഷേത്രത്തിൽ സൂര്യഗ്രഹണ സമയത്ത് 40 കിലോ സ്വർണം ദാനം ചെയ്യുന്നതിൻ്റെ ഫലം വരുദിനി ഏകാദശി പാലനം കൊണ്ട് മാത്രം ലഭിക്കുന്നു. ധാന്യങ്ങൾ ദാനം ചെയ്യുന്നതിനെ ഗോദാനത്തിന് സമം എന്നു പറയുന്നു. എന്നാൽ എല്ലാ ദാനങ്ങളിലും വെച്ച് മറ്റുള്ളവർക്ക് ജ്ഞാനം പകരുന്നതാണ് ഏറ്റവും വലിയ ദാനം. വരുദിനി ഏകാദശി പാലിക്കുന്നത് വഴി ഒരുവന് എല്ലാ ദാനങ്ങളും നടത്തിയതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നു. വരുദിനി ഏകാദശി പാലിക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി ഭഗവത് ധാമം ലഭിക്കുന്നു. ഏകാദശി ദിനം ഉണർന്നിരുന്ന് ഭഗവാൻ ജനാർദ്ദനെ ആരാധിക്കുന്ന ഒരു വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി അത്യധിക ലക്ഷ്യം നേടുന്നു. ഈ ഏകാദശി മഹാത്മ്യം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 1000 ഗോക്കളെ ദാനം ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുകയും എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിതനായി ഭഗവത് ധാമം പോകുകയും ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.